ഹേ ഗായ്സ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദിവസങ്ങളെന്നല്ല അതിൽ കൂടുതലായിട്ടുണ്ടെന്നറിയാം, അതിനുശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് പിന്നെയും വന്നിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ, വേറെ എവിടെയല്ല, മൈജിയാണ്. അപ്പോൾ എല്ലാവരും പോകുന്ന പോലെ നമ്മളിപ്പോൾ ഈ പരസ്യങ്ങളൊക്കെ കാണാറില്ലേ, ഓരോ ഓഫറും കാര്യങ്ങളും ഡിസ്കൗണ്ടും. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഞങ്ങളിങ്ങനെ മൈജിയിലേക്ക് പോവുകയാണ്. വേറെ എവിടെയല്ല, നമ്മുടെ ആലപ്പുഴയിലുള്ള സക്കരിയ ബസാറിലുള്ള മൈജിയിലാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ ഉമ്മയുടെ ഉമ്മാക്ക് വീട്ടിലേക്ക് ഞങ്ങൾ വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ലോവർ പ്രൈസിൽ ഇങ്ങനെ കിട്ടുമെന്ന് നമ്മളിങ്ങനെ പരസ്യങ്ങളിലും മറ്റുമൊക്കെ കണ്ടു, പത്രങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ പോവുകയാണ്. ഇനി പോയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഞാനും ഉമ്മായും വാപ്പായും ഉമ്മയും എൻ്റെ അനിയനും കൂടിയാണ് പോയത്. അനിയനെ എയർപോർട്ട് നോക്കണമായിരുന്നു, പിന്നെ വാഷിംഗ് മെഷീനും, പിന്നെ വാപ്പാക്ക് ഫോൺ നോക്കണമായിരുന്നു. അപ്പം അത്ര ഉദ്ദേശങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അതും ഓഫറിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത്ര സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അവിടെ കുറേ ഫ്ലെക്സിലും കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലവർ പറയുന്നുണ്ട് ഇന്ന് ശനിയാഴ്ചയായിരുന്നു, അപ്പോൾ ഇന്നത്തേക്ക് ഞായറാഴ്ചയായിരുന്നു, അപ്പോൾ ഇന്നത്തേക്ക് ഓഫർ തീരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം കറക്റ്റായിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓണം പർച്ചേസ് എന്ന രീതിയിൽ. പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പല മോഡൽ ഫ്രിഡ്ജസ്, ഇങ്ങനെ കപ്സ്, ക്യൂട്ടായിട്ടുള്ള കപ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതും നോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതും കൂടി കണ്ട് അതിൻ്റെ വീഡിയോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലും ഇവരുടെ കൂടെ പോയത്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു പെട്ട അവസ്ഥയായിപ്പോയി. കാരണം ഞങ്ങൾ ഒരു 5000 റേഞ്ചിലെ ഒരു വാഷിംഗ് മെഷീനാണ് പ്രതീക്ഷിച്ച് പോയത്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഓഫർ തീരുന്ന ഒരു ഡേയിലാണ്, ഞായറാഴ്ച പോയത്. അപ്പോൾ ചിലതിൻ്റെ എന്തൊക്കെയോ ഓഫേഴ്സ് ഇന്നാണ് തീരുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡെമ്മി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ 5000 റേഞ്ചിൽ. അപ്പോൾ അത് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഓർത്തു 10000 റേഞ്ചിൽ വേറൊരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു അവിടെ ഓഫർ പ്രൈസിൽ. പിന്നെ ഓർത്തു നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ലത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കാശ് കൊടുത്ത് എടുക്കുന്നതല്ലേ ബെറ്റർ, കുറഞ്ഞത് എടുക്കുന്നതിനേക്കാളും. അങ്ങനെ ഞങ്ങൾ 10,000 എടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഇപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഇപ്പോൾ നമ്മളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു കൂപ്പൺ തരും. അപ്പോൾ ആ കൂപ്പണിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 20% അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 20% പൈസ കുറച്ച് തരും. 30% എന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് തരും. അതുപോലെ തന്നെ 100% എന്നുണ്ടെങ്കിൽ പ്ലസ് 10,000 രൂപയ്ക്ക് നമുക്ക് അവിടുന്ന് വേറെ സംഭവം കൂടി പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. അതാണ് ഇതിനകത്തെ ഓഫർ എന്ന് പറയുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ എനിക്കിതുപോലെ പല പല ഫ്രിഡ്ജസ് ഞാൻ ജീവിതത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള, ഇവിടെ ഇങ്ങനെയൊക്കെ ഷോറൂമിൽ പോകുമ്പോഴല്ലേ നമുക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ഫ്രിഡ്ജും ഇങ്ങനെ തുറന്ന ഉള്ളിലൊക്കെ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു.
ഗായ്സ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെയൊക്കെ ഒരു ഫ്രിഡ്ജും അല്ലെങ്കിൽ ഇങ്ങനെ മോഡേൺ ആയിട്ട് ഈ പെട്ടി പോലത്തെയൊക്കെ വാഷിംഗ് മെഷീനും ഒക്കെ ഉപയോഗിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. വലിയ ഫ്രിഡ്ജ്, ഇങ്ങനെ വൈഫൈ കണക്ഷനും അതുപോലത്തെ സെറ്റിങ്സൊക്കെ ഉള്ള വലിയൊരു ഫ്രിഡ്ജ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, ഇങ്ങനെ സാധാ വാഷിംഗ് മെഷീനല്ല, ആ സ്ക്വയർ കണക്കത്തെ അങ്ങനത്തെ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹം. ഇതുപോലത്തെ ഷോറൂമിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ കാണാൻ പറ്റുമല്ലോ. അതും കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇവരുടെ കൂടെ പോയത്. എന്നാലും എനിക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. മാക്സിമം ഞാൻ അവിടെ പറ്റാവുന്ന എല്ലാ വീഡിയോസ്, ഐ മീൻ എല്ലാ സംഭവത്തിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഗൈസ്, മേളിലൊരു ഭാഗത്തായിട്ട് ഇതുപോലെ ഓവൻ, മിക്സി, പിന്നെ പ്ലേറ്റ്സ്, മഗ്, പിന്നെ എന്താ എയർ ഫ്രയർ, അങ്ങനത്തെ സംഭവമൊക്കെ ആയിരുന്നു. കുറേ എല്ലാം ഈ കപ്പുകളൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല വിലക്കുറവാണ്, നല്ല ഓഫറിലായിരുന്നു അവിടെ ഇട്ടിരുന്നത്. എല്ലാം ഇങ്ങനെ കോംബോ ആയിട്ടാണ് അവർ ഓരോന്ന് ഇട്ടിരുന്നത്. പിന്നെ ഈ ഒരു സംഭവം, ഈ വാഫിൽ മേക്കർ, ഇതൊക്കെ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ടി വിയിലും ഫോണിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ വാഫിൾസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്, ഇങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോ പ്ലേറ്റ്സ്, പിന്നെ പാൻ, അതുപോലെ തന്നെ ഫാൻ,
ടേബിൾ ഫാൻ അങ്ങനത്തെ സംഭവത്തിനൊക്കെ ടേബിൾ ഫാനൊക്കെ നല്ല വിലക്കുറവുണ്ട്. പിന്നെന്താ, ചില മിക്സികൾക്കൊക്കെ നല്ല ഈ 2000 1000 ഉള്ളതുണ്ട്. ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ നോക്കാനാണ് വന്നത്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിനും ഇവിടെ അത്രയ്ക്ക് ഓഫർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. പിന്നീട് നോക്കേണ്ടത് ഫോണായിരുന്നു. ഫോണും എയർപോഡും കൂടി നോക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നോക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഇങ്ങനത്തെ എല്ലാ മാക്സിമം ഞാൻ അവിടുത്തെ എല്ലാം കവർ ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ ഈ ചെറിയൊരു മൈജി ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്